ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു മെറ്റേണിറ്റി ഷൂട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ്. വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് റെഡി ആവുക, ഫോട്ടോ എടുക്കുക, അതിനെയുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അറിയില്ല. അപ്പം അതിൻ്റെ ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് തന്നെ റെഡിയാക്കാനായിട്ട് ഇതേ വന്നിരിക്കുകയാണ് നമ്മുടെ മീര ചേച്ചിയാണ്. അപ്പോൾ എൻ്റെ കസിനാണ് കേട്ടോ ചേച്ചി. അതുപോലെ തന്നെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യണ മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയിട്ടാണ്. അപ്പോൾ ചേച്ചി വന്ന പാടെ എൻ്റെ സാരിയുമുള്ള പണിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണത്തിന് എടുത്ത് വെച്ച സാരിയാണ്. പിന്നെ ഞാനത് തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ തീരെ സാരിയും കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ടേ അതിൻ്റെ ആവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചിയുടെ ഐറ്റംസൊക്കെ ദേ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പണിയായുധങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് പണിയിലേക്കൊക്കെ കടന്നാലോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു മണി 1:30 കൂടിയിട്ടൊക്കെയാണ് കേട്ടോ മേക്കപ്പ് പരിപാടിയിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചിക്ക് കാലത്ത് 2 വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കാണ് ഞങ്ങൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് പുറത്ത് കിടക്കുന്ന പോർഷൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സമയമൊക്കെ എടുത്ത് പതുക്കനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിങ്ങനെ കുറേ നേരം ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം 9th month ആണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സ്ട്രെയിറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ നേരെ ഐ മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ ലെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ലെൻസ് വെച്ച എക്സ്പീരിയൻസും കൂടിയിട്ടായിരുന്നു. അങ്ങനെ പിന്നെ ഐ മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് എനിക്കങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കങ്ങനെ എപ്പോഴും എനിക്ക് പോയിട്ട് ക്യാമറ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്പോൾ എനിക്കങ്ങനെ എന്താ പറയുക ചെയ്യാനൊന്നും പറ്റാറില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ അനിയനോട് പറഞ്ഞിട്ട് അനിയനും ചേട്ടനും മാറിയിട്ടാണ് കേട്ടോ കുറച്ച് നേരം വന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഐ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് എല്ലാം തന്നെ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണത്തിന് പോലും ഇത്രയും ഡീറ്റെയിൽഡായിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇത്രയധികം ടൈം എടുത്ത് ചെയ്യുമ്പോൾ കേട്ടോ. അങ്ങനെ പിന്നെ അതിനിടയിൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉച്ച സമയം ആയതുകൊണ്ടും പിന്നെ പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നല്ല ചൂട് പിടിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അതേ ഫേസ് മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ ഒക്കെ ദേ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ ചേട്ടനും വന്നിട്ടുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ നമ്മുടെ ചേട്ടനായിട്ട് ഇങ്ങനെ നല്ല രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പഴയ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പെട്ടെന്ന് തന്നെ നേരം പോയത് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഏകദേശം മേക്കപ്പൊക്കെ കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും 4:30 ടൈം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സമയമൊക്കെ പെട്ടെന്ന് പോയ പോലെയാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നെ നല്ല രീതിയിൽ കംഫർട്ടാക്കിയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് മേക്കപ്പൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി കേരളത്തിൽ എവിടെയും പോയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചേച്ചിയുടെ വർക്കൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ ഇൻസ്റ്റാ ID ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഫേസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹെയറൊക്കെ ജസ്റ്റ് കെട്ടിക്കൊടുക്കുകയാണ്. അതിന് ശേഷം സാരി കൊടുത്തതിന് ശേഷം ഒന്ന് കേൾ ചെയ്തിടാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാരിയൊക്കെ ഉടുത്തൊന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. സാരി നമുക്ക് അയൺ ചെയ്യാനുള്ള സമയം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സാരിയൊക്കെ ഉടുത്ത് നമ്മളിതേ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ സാരിയുടെ ബ്ലൗസും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. സാരിയുടെ ബ്ലൗസ് എനിക്ക് ഒട്ടും കയറാത്ത തരത്തിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ബ്ലൗസാണ്. മാച്ച് ആവുമോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ ഞാൻ കണ്ണടച്ച് ഒരാഴ്ചത്തെ സമയം കൊണ്ട് പെട്ടെന്ന് മേടിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അധികം സമയം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് 7ാം മാസത്തിൽ അങ്ങനെ വയറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടേ 9ൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ്
പെട്ടെന്ന് നമ്മൾ അറേഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാണ് കേട്ടോ ഈ ഒരു ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടും മേക്കപ്പും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ദേ സാരി കൊടുത്തതിന് ശേഷം ഹെയറൊക്കെ ഒന്ന് കേൾ ചെയ്ത് ഇടാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഹെയർ കേൾ ചെയ്ത് ഈ സാരി കൊടുത്ത് വന്നപ്പോൾ എനിക്ക് ഒരു പ്രത്യേക തരം ഇഷ്ടം എൻ്റെ അടുത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല രസമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസ് എടുക്കുന്ന വീഡിയോസും അങ്ങനെയൊന്നും ഞാനങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല, കൂടെ നിൽക്കണവരങ്ങനെ എടുത്ത് തന്നിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫോട്ടോസ് മാത്രം തന്നെയാണ് ഈ ഒരു ലുക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ എടുത്ത ഫോട്ടോസൊക്കെ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലോ അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതേ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാ വട്ടവും നമ്മൾ ഒരേ ലുക്കിൽ തന്നെയല്ലേ എല്ലാ ഫോട്ടോയിലും കാര്യങ്ങളൊക്കെ വരാറ്. അപ്പോൾ ഒരു ചേഞ്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു ചേഞ്ച് ആയിട്ടുണ്ട്. എൻ്റെ ഫേസ് തന്നെ അത്യാവശ്യം ഒരു ഫേസ് കട്ട് തന്നെ ഒരു മാറിയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ചേച്ചീനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചേച്ചിയുടെ ചേട്ടൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഫുള്ളായിട്ടും ചേച്ചീനെ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്തൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടനും ചേച്ചി ആയാലും നല്ല പോലെ നമ്മുടെ അടുത്ത് സംസാരിച്ച് കംഫർട്ടാക്കി വെച്ചിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ബോറടിയും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തീർന്ന ആ ദിവസം പെട്ടെന്ന് തന്നെ കഴിഞ്ഞ പോലെ കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സൺഡേ ആണ് ഈ ഒരു പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. സൺഡേ ആണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു സൺഡേ ചെയ്യണതിന് മുന്നേ അങ്ങനെ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമോ അങ്ങനെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഫോട്ടോസൊന്നും എടുത്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ സമാധാനമായിട്ട് എന്തായാലും ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാമല്ലോ, ആവശ്യമുള്ള ഫോട്ടോസൊക്കെ കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ എല്ലാം കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഐ മേക്കപ്പും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പം നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയപ്പോൾ ഏകദേശം 4:30 ആ ഒരു സമയത്തോട് അടുത്തുണ്ടായിരുന്നു. കാരണം എനിക്ക് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ പതുക്കെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ലേറ്റ് പോണതിന് മുന്നേ വേഗം ഫോട്ടോ എടുക്കണം, അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ അങ്ങനെ കുറേ വീഡിയോസൊന്നും കവർ ചെയ്ത് എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടും ഒരു പ്രത്യേക തരം ചൂട് തന്നെയായിരുന്നു ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ജസ്റ്റ് ഞാൻ എടുത്ത വീഡിയോസ് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാനിങ്ങനെ കൊടുക്കാം. പിന്നെ എടുത്ത ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ 2-3 ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയൊക്കെ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ. അതുപോലെ തന്നെ ചേച്ചിയുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് ചെക്ക് ചെയ്ത് ചേച്ചിയുടെ ID എടുത്തൊന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. ലാസ്റ്റ് പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഇറങ്ങാറായി. ഒരു 6 മണി 6:30 ടൈമോട് കൂടിയിട്ട് അവർ യാത്രയൊക്കെ പറഞ്ഞ് ബൈ പറഞ്ഞ് പോവായിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ട് ഡേയുടെ മേക്കപ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.